ഞാനിപ്പോ അയച്ചു തന്നത് ഞാൻ വന്നില്ല. ഞാൻ മാഡം പറഞ്ഞു ഒന്നെങ്കിൽ വന്ന് ചെയ്യണം, ഫിംഗർ വന്ന് ചെയ്യണം, അല്ലെങ്കിൽ അയച്ചു തന്നു. ഞാൻ അയച്ചു തന്നു. ഞാൻ ചോദിക്കുന്നത് ഈ 10 വിരലുകൾ, ഞാൻ ഇത് പോകുന്ന നോക്കാൻ ഫ്രണ്ട്സും ചോദിച്ചു, ഈ 10 വിരലുകളില്ല ഇതാണ് നമ്മൾ അയച്ചു തരുന്നത്, ഫിംഗേഴ്സ് അയച്ചു തരുന്നത്. ഇത് വെച്ചിട്ട് ഒരാളുടെ ബ്രെയിൻ അതെങ്ങനെ നമുക്ക് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതെങ്ങനെയാണ് വർക്ക് ചെയ്യുന്നതെന്ന് കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റും? അതെ, അത് എല്ലാവർക്കും ഉള്ളൊരു ഡൗട്ടാണ് അല്ലെ. അപ്പം ആക്ച്വലി ഇതാണിപ്പം ഇതിന്റെ ബ്രെയിൻ എന്ന് പറയുന്നത്. അതിലെ ലെഫ്റ്റ് സൈഡ്, അതെ, ലെഫ്റ്റ് സൈഡും റൈറ്റ് സൈഡുമാണ്. അപ്പൊ നമുക്ക് ഇത് ഈ ടെസ്റ്റ് ചെയ്യുമ്പോൾ ഏറ്റവും കൂടുതൽ അറിയാൻ പറ്റും നമ്മുടെ ബ്രെയിൻ ഡൊമെയിൻ ചെയ്ത് നിൽക്കുന്നത് ഏത് ഭാഗമാണ്. അതായത് പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്ന ഒരു സൈഡും ഉണ്ട്, ഇമോഷണലി തിങ്ക് ചെയ്യുന്ന ഒരു സൈഡും ഉണ്ട്. അപ്പൊ നമ്മൾ പറയുക ലെഫ്റ്റ് ബ്രെയിനേഴ്സ് ആണെങ്കിൽ കൂടുതലും കാര്യങ്ങൾ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്നവരാണ്. അതേസമയം റൈറ്റ് ആണെങ്കിൽ കൂടുതൽ ഇമോഷണലി അല്ലെങ്കിൽ ക്രിയേറ്റീവ്ലി ഒക്കെ തിങ്ക് ചെയ്യുന്ന ബ്രെയിൻ കപ്പാസിറ്റി ഉള്ളവരാണ്. ഇപ്പൊ മോനൊക്കെ പ്രാക്ടിക്കലി തിങ്ക് ചെയ്യുന്നതാണ്. അവർക്ക് എല്ലാത്തിനും റീസണിങ്സ് കിട്ടിക്കൊണ്ടിരിക്കണം, ക്വസ്റ്റ്യൻസ് ചോദിച്ചുകൊണ്ടിരിക്കുക, അല്ലെങ്കിൽ ലോജിക്കലി ഭയങ്കര ഹൈ ആയിരിക്കും. മാത്സ്, കമ്പ്യൂട്ടേഷൻ അതുപോലെയുള്ള കാര്യങ്ങൾ അവർക്ക് ഭയങ്കര ഹൈ തോട്ട് പ്രോസസിങ് ആയിരിക്കും. ആ ലെഫ്റ്റ് ബ്രെയിൻ ഡൊമെയിൻ ചെയ്തത് കൊണ്ടാണ് ഇൻഫർമേഷൻ സീക്കിംഗ് ആണ് അവർ എപ്പോഴും. ഇങ്ങനെ ഇൻഫർമേഷൻ കുറെ കാര്യങ്ങൾ അറിയണം എന്ന് ആഗ്രഹമുള്ളവരാണ്. അതേപോലെ ഫാക്ട്, റൂൾസ്, പ്രാക്ടിക്കലി എല്ലാ കാര്യങ്ങളും തിങ്ക് ചെയ്യുകയും പ്രൂവ് ചെയ്യുകയും ചെയ്യാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരാണ്. അപ്പം ഇത് ഒരു ബ്രെയിനിന്റെ ഡൊമിനേറ്റ് അറിയാനുള്ളതാണ്. ഇത് കൂടാതെ നമുക്ക് ലോബുകളുണ്ട്. അതായത് നമ്മുടെ ബ്രെയിനിൽ 10 കമ്പാർട്ട്മെന്റ്സ് ആണുള്ളത്. ആക്ച്വലി 10 അറകളാണുള്ളത്. ഈ 10 അറകളിലേക്ക് നമ്മുടെ ബ്രെയിനിലെ ഒരു 100 മില്യണോളം ന്യൂറോൺ സെൽസ് ഉണ്ട്. ഇതിനെ റാൻഡംലി ഡിവൈഡ് ചെയ്തിരിക്കുക. അപ്പം ഈ റാൻഡംലി ഡിവൈഡ് ചെയ്യുമ്പോൾ ഏത് കമ്പാർട്ട്മെന്റിലാണ് ഏറ്റവും കൂടുതൽ ന്യൂറോൺ സെൽസ് ഉള്ളത് ആ ഫംഗ്ഷനിങ് ആയിരിക്കും നമുക്ക് ഹൈ ആയിട്ടുണ്ടാവാം. നമുക്ക് 5 ലോബേ ഉള്ളൂ ബേസിക്കലി, ബട്ട് ഇറ്റ്സ് ഡിവൈഡഡ് ഇൻടു ലെഫ്റ്റ് ആൻഡ് റൈറ്റ്. അപ്പൊ 10 കമ്പാർട്ട്മെന്റ്സ് വരുവാണ്. അപ്പം ഈ ഇപ്പൊ മോന്റെ നോക്കുവാണെങ്കിൽ ഇതാണ് 5 ലോബുകൾ എന്ന് പറയുന്നത്. ഈ 5 ലോബില് മോന്റെ ഏറ്റവും ഹൈ പെർസെന്റേജ് വാല്യൂ കാണിക്കുന്നത് ഓഡിറ്ററി ഫംഗ്ഷനിങ്ങിനാണ്. അപ്പൊ കാര്യങ്ങളെല്ലാം ഓഡിറ്ററിയിലൂടെ കേട്ട് മനസ്സിലാക്കുക, അല്ലെങ്കിൽ അതിലൂടെ കാര്യങ്ങൾ ഗ്രാസ്പ് ചെയ്യാനാണ് മോന് ഇഷ്ടം. ആ ഒരു കുട്ടീനെ നമ്മൾ ഇപ്പൊ ഇരുത്തി എഴുതി പഠിപ്പിച്ചു കഴിഞ്ഞാൽ ചിലപ്പോൾ അതിലൊരു ഇമ്പ്രൂവ്മെന്റ് ഉണ്ടാവണമെന്നില്ല. അതേസമയം നമ്മൾ നല്ല രീതിയിൽ പറഞ്ഞു കൊടുക്കുവാണ്, അവന്റെ ക്വസ്റ്റ്യൻസിന് ഒരു എക്സ്പ്ലനേഷൻ ആയിട്ട് നമ്മൾ കൊടുക്കുവാണെങ്കിൽ he will do wonders in his studies.